ഇന്ന് കുറച്ച് വിത്തുകൾ പാകണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് കേട്ടോ എണീറ്റിരിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടില്ലേ വിത്തുകൾ പാകാനായിട്ട് എനിക്ക് ഭയങ്കര മടിയാണെന്ന്. നമ്മുടെ മില്യൺ ബെൽസ് ഓറഞ്ചാണ് കേട്ടോ ഇത്. ഒത്തിരി ആഗ്രഹിച്ച് വാങ്ങിച്ച പ്ലാന്റാണ്. ഇപ്പോഴാണ് കേട്ടോ ഫ്ലവർ വന്ന് തുടങ്ങിയിട്ടുള്ളത്. ഈ ഒരു ഓറഞ്ച് മില്യൺ ബെൽസ് ഞാൻ പോസ്റ്റ് ചെയ്തപ്പോൾ ഒത്തിരി പേര് എനിക്കിതിൻ്റെ സ്ക്രീൻഷോട്ട് കൊണ്ടുവന്നിട്ട് പ്ലാന്റ് സെയിലുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ പ്ലാന്റിനകത്ത് പോസ്റ്റ് ഇടുമ്പോഴും അല്ലെങ്കിൽ വീഡിയോ ആഡ് ചെയ്യുമ്പോഴും ഒക്കെ നമ്മൾ ഹാഷ്ടാഗ് വഴി നമ്മൾ ഓരോ ടാഗ് ചെയ്ത് വെക്കാമല്ലോ. ഇപ്പം സെല്ലർ, സെയിൽ, ഗാർഡനർ, ഗാർഡനിങ് അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ നമ്മളതിലേക്ക് ടാഗ് ചെയ്ത് വെക്കും. അപ്പോൾ അങ്ങനെ ടാഗ് ചെയ്ത് വെക്കുന്നത് നമ്മൾ അങ്ങനെയാണ് എന്നറിയിക്കാനാണ്, അല്ലാണ്ട് ഈ ഒരു പ്ലാന്റ് സെയിൽ എന്നല്ല കേട്ടോ. അതെൻ്റെയും കൂടെ ഒരു മിസ്റ്റേക്കാണ്. കറക്റ്റ് ഞാനതിൽ കൺവേ ചെയ്യണമായിരുന്നു. അപ്പോൾ കുറേ നാളായിട്ട് ഞാൻ കുറച്ച് പ്ലാന്റ്സിൻ്റെ സീഡുകൾ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. വിങ്കയുടെയാണ്. അപ്പോൾ ഇന്ന് ഇതിലൊരു 5-6 എണ്ണമെങ്കിലും പാകണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇരിക്കുന്നത്. കാരണം സീഡ് പാകാനും അതിൻ്റെ ആഫ്റ്റർ പ്രോസസ്സിങ് ഒക്കെ ചെയ്യാനൊക്കെ ഭയങ്കര മടിയുള്ള ഒരാളാണ്. സത്യം പറഞ്ഞാൽ ഒരു മടിച്ചെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമുക്കിന്ന് കുറച്ച് കൊക്കോ പീറ്റിൻ്റെ കമ്പോസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും അതിലൊന്ന് സീഡ് പാകി നോക്കുകയാണ്. ഒരു 3 to 5 days ഒക്കെയാണ് വിങ്കയുടെ ജെർമിനേഷൻ ടൈം പറയുന്നത്. എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 19-ാം തീയതിയാണ് ഈ ഒരു സീഡ് പാകുന്നത്. അപ്പോൾ ഒരു 5 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ എന്തായി നമ്മുടെ സീഡ് ജെർമിനേഷൻ ആയോ അല്ലെങ്കിൽ ഫെയിലായോ എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാവേ. ഞാൻ കൂടുതലും നമ്മുടെ പെറ്റൂണിയയും വിങ്കയും ഒക്കെയാണ് ഇപ്പോൾ നിലവിൽ നമ്മൾ കാണിച്ച് വരുന്നത്. പിന്നെ കൂടുതലും പെറ്റൂണിയ സെയിൽ എന്നുള്ള ഉദ്ദേശത്തിലല്ല കേട്ടോ ചെയ്യുന്നത്. എനിക്കൊരു നമ്മുടെ പാഷൻ്റെ പുറത്ത് ചെയ്യുന്നതാണ് പെറ്റൂണിയൊക്കെ. ഇങ്ങനെ നമ്മുടെ അടുത്ത് ഒക്കെയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് പ്ലാന്റ് കൈമാറാനായിട്ട് പറ്റും. അല്ലാണ്ട് വെച്ചാൽ നമുക്ക് അയക്കാൻ കുറച്ച് പാടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് ഇറങ്ങി വരാത്തത്. ഇപ്പോൾ പ്ലാന്റ്സ് ഉണ്ടായിരുന്ന കുറച്ചൊക്കെ ഞാൻ റിപ്പോർട്ട് ചെയ്തു. ഇനി കുറച്ച് പ്ലാന്റ്സും കാര്യങ്ങളും ഒക്കെ ഇരിപ്പുണ്ട്. നമ്മുടെ കമൻറ്റ് സെക്ഷനിലൊക്കെ ബ്ലൂ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ കാര്യം. നമ്മൾ അടുത്തൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് കൈമാറ്റം ചെയ്യാം. അല്ലാണ്ട് അയക്കാൻ എനിക്ക് ഭയങ്കര പാടാണ് പെറ്റൂണിയ. എന്ന് വെച്ചാൽ ഒരിക്കലും അയക്കത്തില്ല എന്നും പറയാൻ പറ്റില്ല കേട്ടോ. കുറച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കഴിഞ്ഞ തവണ ഒരു മില്യൺ ബെൽസും പെറ്റൂണിയും അയച്ചിട്ടുണ്ടായിരുന്നു. അത് സക്സസ് ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ ഒന്ന് ഇങ്ങനെ അയക്കാനായിട്ടൊരു താല്പര്യം വന്നു. പിന്നെ പെട്ടെന്ന് ഞാനങ്ങനെ ഒന്ന് ഉൾവലിഞ്ഞു. കാരണം നമുക്കങ്ങനെ ഒരുപാട് പണി കിട്ടുന്നത് കൊണ്ട് മറ്റൊരാൾക്ക് അങ്ങനെ കിട്ടരുത് എന്നുള്ള ഉദ്ദേശത്തും ഉള്ളത് കൊണ്ട് ഞാനങ്ങനെ കുറച്ചിങ്ങനെ വിട്ട് നിൽക്കുകയാണ് പെറ്റൂണിയുടെ സെയിലിൽ. ഞാൻ കൊക്കോപിറ്റിൻ്റെ കമ്പോസ്റ്റ് കുറച്ചൊന്ന് വെള്ളം വെച്ചിട്ട് ഒന്നിങ്ങനെ കൊവുത്തെടുത്തിട്ടാണ് കേട്ടോ സീഡ് പാകുന്നത്. അങ്ങനെ സീഡ് പാകുമ്പോൾ ഇങ്ങനെ സീഡൊന്ന് നനച്ചിട്ടൊക്കെ വേണം പാകാൻ എന്നൊക്കെ ഞാൻ കുറേ ഇങ്ങനെ കണ്ടപ്പോൾ മനസ്സിലായി. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണം എന്നുദ്ദേശിച്ചതാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഭയങ്കര മടിച്ചിയാണ് സീഡ് ജെർമിനേഷൻ്റെ കാര്യങ്ങളിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പാകുകയാണ്. ഒരാളിൽ നിന്ന് പെറ്റൂണിയ വാങ്ങിച്ചതാണ് ഈ ഒരു പോട്ടിൽ. ഇപ്പോൾ പോട്ട് മാത്രം ബാലൻസ് ആയിട്ടുണ്ട്. എന്തായാലും പ്ലാന്റ് പോയി. അപ്പോൾ ആ പോട്ട് എങ്ങനെ മിസ് ചെയ്യേണ്ടെന്ന് വെച്ചിട്ട് അതിനകത്ത് തന്നെ ഞാൻ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ആ പോട്ട് തന്നെ യൂസ് ചെയ്യണം കേട്ടോ. വില കൊടുത്ത് വാങ്ങിയതിൽ എന്തെങ്കിലും പോട്ടെങ്കിലും ഉപയോഗിക്കണമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യം. എൻ്റെ നിന്ന് യെല്ലോയും വയലറ്റും മില്യൺ ബെൽസൊക്കെ മിസ്സായിപ്പോയി കേട്ടോ. പിന്നെ മെസ്സേജ് അയക്കുന്നവർ ഇങ്ങനെ ആദ്യം മില്യൺ ബെൽസ് ചോദിച്ചു വരും. അപ്പം ഞാനിങ്ങനെ പറയും കേട്ടോ, ജെർമിനേഷനല്ല പ്രൊപ്പഗേഷനൊക്കെ പാടാണ്. അങ്ങനെയൊക്കെ ഇങ്ങനെ കാര്യങ്ങൾ പറയും. പിന്നെ കളേഴ്സ് മിസ്സായ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എന്നോട് പറയും ഏതെങ്കിലും കളേഴ്സ് തരാമെന്ന് പറയുവേ. അങ്ങനെ തരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് എൻക്വയറി ചെയ്തുകൊണ്ടേയിരിക്കും. അവസാനം ലാസ്റ്റ് നമ്മളെ അവർ പറ്റിച്ചതാണെന്ന് നമുക്ക് മനസ്സിലാവും. കാരണം നമ്മുടെ കയ്യിലുള്ള പ്ലാൻസ് വാങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ കയ്യിൽ പ്ലാൻസ് ഉണ്ടെന്നും പറഞ്ഞ് കുറേ നേരം നമ്മളെ കൊണ്ട് മെസ്സേജ് അയപ്പിക്കുന്ന ടീംസും ഒക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്നത് നിർവാണയുടെ മിക്സഡ് സീഡ്സ് ആണ് കേട്ടോ. ഇന്നിപ്പോൾ ഒരു ഞാൻ ഈ അപ്ഡേറ്റ് ചെയ്യുന്ന ടൈം എനിക്ക് തോന്നുന്നു 23-ാം തീയതിയാണ്. ഞാൻ ഈ സീഡൊന്ന് തുറന്ന് നോക്കി, ഒന്നുപോലും ജെർമിനേഷൻ ആയിട്ടില്ല കേട്ടോ. ബാക്കിയൊക്കെ ഒരുവിധം ജെർമിനേഷൻ ആയപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ വീഡിയോ എന്തായാലും വരും. കാരണം ഒത്തിരി ഇങ്ങനെ ലോങ് ആയി പോയാലും എനിക്ക് അപ്ലോഡ് ചെയ്യാനും പിന്നെ എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ് കുറവാണ്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിങ്ക സീഡ് പലതരം ഐഡിയയിൽ പാകണം എന്നൊക്കെ വിചാരിച്ചാണ് ഇരുന്നത്. പക്ഷേ ഇതൊന്ന് ഫെയിലായിപ്പോയി. പിന്നെ ഞാൻ എന്തായാലും അങ്ങനെ എടുത്ത് വാരി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് കപ്പിൽ പാകണം. ഇത് നന്നായിട്ടൊന്ന് സീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ജെർമിനേഷന് കുഴപ്പമില്ലാത്ത ടൈമാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ സ്റ്റിക്കറൊന്നും എഴുതി ഒട്ടിച്ചില്ല. അതേപോലെ ആ സീഡിൻ്റെ പാക്കറ്റിൻ്റെ അതിൻ്റെ മുകളിലിട്ട് വെച്ചു.